വിവാഹം എന്നത് പലർക്കും ജീവിതത്തിലെ മനോഹര സ്വപ്നമാണ്. എന്നാൽ മുംബൈക്കടുത്ത് അഭർനാഥിൽ 26 വയസ്സുകാരിയായ വിശാഖ തിൽക്കറിന് അതൊരു 48 ദിവസത്തെ പേടി സ്വപ്നമായിരുന്നു. ഏപ്രിൽ 30-ന് വിവാഹിതയായ വിശാഖ വെറും 2 മാസം തികയും മുൻപേ ഭർത്തൃവീട്ടിലെ ക്രൂര പീഡനങ്ങളെ തുടർന്ന് ജീവനൊടുക്കിയെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഡോക്ടറായ നിതിൻ തിൽക്കർ എന്ന ഭർത്താവിന്റെ ക്രൂരമായ ചെയ്തികളാണ് ഈ ദുരന്തത്തിന് പിന്നിലെന്ന് പോലീസ് പറയുന്നു. വിശാഖയുടെ വിവാഹം കഴിഞ്ഞ 48-ാം ദിവസം കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സ്ത്രീധനം കുറഞ്ഞുപോയെന്ന പേരിലുള്ള മാനസിക ശാരീരിക പീഡനങ്ങൾക്കും അപ്പുറം സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള ഭീകരമായൊരു നിരീക്ഷണ വലയത്തിലായിരുന്നു വിശാഖയുടെ ജീവിതം. വീടിനകത്തും പുറത്തും എന്തിന് കിടപ്പുമുറിയിൽ പോലും ഡോക്ടർ നിതിൻ CCTV ക്യാമറകൾ സ്ഥാപിച്ചു. വിശാഖയുടെ ഓരോ നീക്കവും ഓരോ സംസാരവും ഇയാൾ ഫോണിലൂടെ നിരന്തരം നിരീക്ഷിച്ചു. അയൽപ്പക്കത്തെ സ്ത്രീയോട് സംസാരിച്ചതിന് പോലും വിശാഖ ക്രൂരമായി മർദ്ദിക്കപ്പെട്ടുവെന്ന് ബന്ധുക്കൾ പറയുന്നു. മരണത്തിന് തൊട്ടുമുൻപ് സ്വന്തം അമ്മയെ വിളിച്ച് വിശാഖ തന്റെ നരകയാതനകൾ കരഞ്ഞുകൊണ്ട് വിവരിച്ചിരുന്നു. മകളെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഒരുക്കങ്ങൾക്കിടയിലാണ് ഈ ദുരന്തം സംഭവിച്ചത്. വിശാഖയുടെ മാതാപിതാക്കളുടെ പരാതിയിൽ ഭർത്താവ് നിതിൻ തിൽക്കറിനെയും ഇയാളുടെ അമ്മ ഛായയെയും സഹോദരൻ നിധാദിനെയും പ്രതികളാക്കി പോലീസ് കേസെടുത്തു. ഗാർഹിക പീഡനം, സ്ത്രീധന പീഡനം, ആത്മഹത്യാ പ്രേരണ എന്നീ വകുപ്പുകൾ ചുമത്തി നിതിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒളിവിൽ പോയ അമ്മയ്ക്കും സഹോദരനും വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി നടക്കുകയാണെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ ഇത്തരത്തിൽ ക്രൂരമായ പ്രവൃത്തികളാണ് നിതിൻ ചെയ്തു വന്നിരുന്നത് എന്നാണ് വിശാഖ പറഞ്ഞത്. എല്ലാം തന്റെ അമ്മയോട് പറഞ്ഞിരുന്നു. പക്ഷെ കാര്യങ്ങൾ ശരിയാകും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മുന്നോട്ടു പോവുകയായിരുന്നു. ഒടുവിൽ അതിക്രൂരമായ പീഡനങ്ങളാണ് വിശാഖയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. തന്റെ നീക്കങ്ങളെല്ലാം മൊബൈൽ ഫോണിലൂടെ ഇത്തരത്തിൽ CCTVയുമായി ബന്ധിപ്പിച്ച് നിതിൻ നോക്കുന്നുണ്ടായിരുന്നു. വീട്ടിൽ എവിടെ നോക്കിയാലും CCTV ക്യാമറകൾ മാത്രമായിരുന്നു. മാത്രമല്ല, ബെഡ്റൂമിൽ പോലും ഇത്തരത്തിലുള്ള അവസ്ഥ നേരിടേണ്ടി വന്നപ്പോൾ തനിക്കത് സഹിക്കാൻ കഴിയുമായിരുന്നില്ല എന്നാണ് വിശാഖ അമ്മയോട് പറഞ്ഞത്. ഒടുവിൽ മകളെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ തന്നെ ആ കുടുംബം തീരുമാനിക്കുകയായിരുന്നു. ഇതിനിടയ്ക്കാണ് മരിച്ചു എന്ന വാർത്ത അവർ ഞെട്ടലോടെ കേട്ടത്. എന്തായാലും അതിനുശേഷമാണ് ഇത്തരത്തിൽ ഭർത്തൃ വീട്ടുകാർക്കെതിരെ പരാതിയുമായി ആ കുടുംബം മുന്നോട്ട് പോയത്. മകൾ അനുഭവിച്ച പീഡനങ്ങൾക്കെല്ലാം കാരണം ഭർത്താവും അവരുടെ വീട്ടുകാരുമാണെന്ന് ആ പരാതിയിൽ പറയുന്നുണ്ട്. അത്രയേറെ വിഷമമായിരുന്നു ആ 48 ദിവസവും വിശാഖ അവരുടെ വീട്ടിൽ അനുഭവിച്ചിരുന്നത്. 48-ാം ദിവസമാണ് കിടപ്പുമുറിയിൽ വിശാഖ തൂങ്ങി മരിച്ചത്.